എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലുള്ള വിഷമം ചിന്തിച്ചുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. എല്ലാം മാറും തീർച്ച. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 പുഷ്പങ്ങളാണ്. അതിൽ ഏറ്റവും നിങ്ങളെ ആകർഷിക്കുന്ന ഒരു പുഷ്പം തിരഞ്ഞെടുത്തുകൊണ്ട് മനസ്സിലുള്ള വിഷമം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖം, നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷം, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ഇതൊന്നും പൊതുവെ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. എല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും സങ്കീർണതകളും ഉണ്ടായപ്പോഴും മറ്റുള്ളവരോടൊന്നും പറയാതെ, മറ്റുള്ളവരോട് കൂടുതൽ മനസ്സ് തുറക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. മറ്റുള്ളവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ല. പക്ഷേ മറ്റാരുടെയും ഒന്നും തട്ടിയെടുക്കാനോ മറ്റാരെയും ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരാക്കാനോ നിങ്ങൾ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞു പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ, അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഹൃദയത്തിൽ നിങ്ങളുടേത് ആയ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചില സ്വപ്നങ്ങൾ കണ്ടതും നിങ്ങൾ ഇഷ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായൊരിഷ്ടം കൂടിയതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് തിരിച്ചടിയായിപ്പോയി. മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ സമ്മാനിക്കുകയായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിച്ച മേഖലയും ആത്മാർത്ഥത കാണിച്ച വ്യക്തികളും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമത്തിനും കാരണം ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അവർ സമ്മാനിച്ചെങ്കിലും അവരെ ഒറ്റക്കാക്കാനോ അവയെ കളഞ്ഞു പോകാനോ നിങ്ങൾ തയ്യാറായില്ല. ജീവിതം മുഴുവനും പരീക്ഷണങ്ങളായിരുന്നു. ഇഷ്ടപ്പെട്ടത് നേടാനും ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാനും ഇഷ്ടപ്പെട്ടതിൻ്റെ ഒപ്പം നടക്കാനും ഒക്കെ ആഗ്രഹിച്ച നിങ്ങൾക്ക് അവയിലൂടെ സമ്മാനിക്കപ്പെട്ട ദുഃഖം ഒരിക്കലും നിങ്ങളെ അവയെ വെറുക്കാനായിട്ട് കാരണമായില്ല. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ട്. ഒരു പഴയ കാലത്തെ ഇഷ്ടമാണ് മനസ്സിലുള്ളത്. ഒരു പഴമയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ചില ചിന്തകളും ചില വ്യക്തികളും നിങ്ങളുടെ മനസ്സിലിപ്പോഴും ഉണ്ട്. അന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ പഴയ കാലം മുതൽ ആഗ്രഹിച്ച് നിങ്ങളിപ്പോഴും തുടർന്നു പോകുന്ന ചില കാര്യങ്ങളിലാണ് ഇപ്പോഴും നിങ്ങൾക്ക് ദുഃഖമുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാനാകാത്തതിലും നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം മാറാത്തതിലും നിങ്ങൾ ഒരുപാട് മനോവിഷമത്തിലാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ച ചില വ്യക്തികളും ചില സംഭവങ്ങളും ഉണ്ട്. അത് നേടാനായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവയൊന്നും നേടാൻ സാധ്യതയില്ലെന്നും അതൊന്നും എനിക്ക് സ്വന്തമാക്കാൻ കഴിയുകയില്ലെന്നുള്ള ജീവിതാനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടായത്. അതേക്കുറിച്ചുള്ള വേദനകളുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും കിട്ടിയ തിരിച്ചടികൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകിയത്. അത് അവരുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമായിരുന്നു. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിച്ചത്. അവരർഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം നിങ്ങൾ നൽകി. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ എന്തൊക്കെയോ നിങ്ങൾ അവർക്കും നൽകി. അങ്ങനെ അവസാനം ആത്മാർത്ഥത അവർ കാണിച്ചില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ദുഃഖം തോന്നി. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് തിരിച്ചടി നൽകിയ മേഖലയോ നിങ്ങൾക്ക് തിരിച്ചടി നൽകിയ വ്യക്തികളോ വിട്ടുപോകാൻ നിങ്ങളിപ്പോഴും തയ്യാറാവുന്നില്ല. ഈ രണ്ടിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും. നിങ്ങൾ ഈ പുഷ്പം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത്, നിങ്ങൾ ഇത്രയും കാലം ക്ഷമയോടെ ഒരു കാര്യത്തിന് വേണ്ടി, അത് വ്യക്തിയാവട്ടെ ഒരു കാര്യമാകട്ടെ, അതിനുവേണ്ടി നിലകൊണ്ട നിങ്ങളുടെ മനസ്സിന് വിജയം ഉണ്ടാവും. മൗനമായും ആരോടും പറയാതെയും ആരോടും പങ്കുവെക്കാതെയും നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ആ ഇഷ്ടം അത് നടക്കാൻ പോവുകയാണ്. ആരും അറിയില്ല, നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലാത്തൊരു സമയത്തായിരിക്കും അത് നടക്കാൻ പോകുന്നത്. പക്ഷെ അത് നടന്നിരിക്കും തീർച്ച. അടുത്തായിട്ട് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത അവരുടെ റീഡിങ്ങാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. സംഭവ ബഹുലമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ച ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു.
ഇന്നത്തേക്കാൾ കൂടുതൽ മനസ്സിന് സന്തോഷവും, ഇന്നത്തേക്കാൾ കൂടുതൽ മനസ്സിന് പിന്തുണയും, ഇന്നത്തേക്കാൾ കൂടുതൽ ധനവും സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. ആ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിൻ്റെ ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. അന്ന് നിങ്ങളൊരിക്കലും വിചാരിച്ചില്ല എനിക്കിങ്ങനെയുള്ള തിരിച്ചടികൾ ഭാവി ജീവിതത്തിൽ കിട്ടുമെന്ന്. അന്ന് നിങ്ങൾ ഓർത്തില്ല, അന്ന് നിങ്ങളൊന്നും കരുതി വച്ചില്ല, അന്ന് നിങ്ങൾ അവിശ്വസിച്ചുമില്ല ചില ആളുകളെ. പക്ഷെ കാലം കടന്നു പോയപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥാനങ്ങളിലേക്കും ഇടങ്ങളിലേക്കും നിങ്ങൾ എത്തിപ്പെട്ടു. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളുമായിട്ട് പലതരത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വന്നു. ആ വ്യക്തികളുമായിട്ട് ഇടപഴകേണ്ടി വന്നു. നിങ്ങളൊരിക്കലും ആഗ്രഹിച്ചതല്ല അതൊന്നും. പക്ഷേ വിധി നിങ്ങൾക്ക് സമ്മാനിച്ചത് നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു മേഖലയിൽ എത്തിപ്പെടാനോ നിങ്ങൾക്ക് ഒരു മുൻധാരണയും ഇല്ലാത്ത ചില ആളുകളുമായി അടുക്കാനോ ഒക്കെ ആയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പൂത്ത് തളിർത്ത് സംരക്ഷിതമായ ആഗ്രഹിച്ചതൊക്കെ നടന്നിരുന്ന, എല്ലാം നേടാനും മനസ്സിന് സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം നിങ്ങൾക്ക് പുറകിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ സംരക്ഷിച്ച, നിങ്ങളോട് നല്ല വാക്ക് പറഞ്ഞ ആളുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിരാശയുണ്ട്. തീർച്ചയായിട്ടും എനിക്കെന്തുകൊണ്ട് ഇത്തരമൊരു വിധി വന്നു, എനിക്കെന്തുകൊണ്ട് ഇത്തരമൊരു പ്രതിസന്ധി വന്നു. പക്ഷെ നിങ്ങൾ നിരാശപ്പെടാനില്ല. നിങ്ങൾക്കുണ്ടായ ആ നല്ല കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഉള്ളൊരു സമയമായിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ആ പഴമയിലേക്ക് തിരിച്ചു പോകാനാണ്. പഴമ എന്ന് പറയുമ്പോൾ അത് പഴയ കാലഘട്ടത്തിലേക്കല്ല. അന്ന് നിങ്ങളെ സ്നേഹിച്ച ആളുകൾ, അന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകൾ, അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന സൗകര്യങ്ങൾ, അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന സ്വപ്നങ്ങൾ, അതൊക്കെ ഇടയിൽ വെച്ച് നിങ്ങൾ തന്നെ എനിക്കത് കഴിയില്ല എന്ന് കരുതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു വരാനുള്ള സമയമായി. അതായത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ സംതൃപ്തി നൽകിക്കൊണ്ട് ഒരു നല്ല കാലം വരാൻ പോവുകയാണ്. ഒരിക്കലുണ്ടായിരുന്നതും പിന്നീട് വറ്റി വരണ്ട് മോഹം എല്ലാം നഷ്ടപ്പെട്ട് നഷ്ടബോധങ്ങൾ മാത്രമായൊരു സമയത്തിലൂടെ നിങ്ങൾ കടന്നുപോയി. ആ സമയത്തിൻ്റെ പരീക്ഷണം അവസാനിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് പോലെ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ കാലഘട്ടം നിങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് എന്താണോ മുമ്പ് നഷ്ടപ്പെട്ടത്, നിങ്ങളിൽ നിന്ന് എന്താണോ മുമ്പ് ചില ആളുകൾ തട്ടിയെടുത്തത്, അതിൻ്റെ തിരിച്ചു കിട്ടലാണ്. അത് മനസ്സിനും നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ സമാധാനം കിട്ടും. അവരുടെ മനസ്സിന് സമാധാനം കിട്ടും. കാരണം ഇനി ഒരിക്കലും എനിക്ക് ആ നല്ല കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ പോലും ഉറപ്പിച്ച സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആ നല്ല കാലങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നന്മ കുടികൊണ്ടിരുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശക്തി കുടികൊണ്ടിരുന്നു. ഏറ്റവും നിരാശാജനകമായ ജീവിതത്തിൽ നിന്നും ഏറ്റവും വിജയകരമായൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഉടനതുണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിലെ ആ മഹാദുഃഖങ്ങളെല്ലാം മാറി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ആ വിജയത്തിൻ്റെ ആ തലത്തിലെത്തുന്നു. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ദുഃഖവും അതോടുകൂടി മാറുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.